രാവിലെ കഞ്ഞിക്ക് വെള്ളം വെച്ചു. അത് തിളച്ച് വന്നുടനെ അരി അടപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഇത്തിരി മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. പിന്നെ കറി വെക്കുന്നത് മത്തങ്ങയും ചെറുപയറും ഇട്ട കറിയാണ്. അതിനായിട്ട് മത്തങ്ങ ഞാനൊന്ന് ചെത്തി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി വാട്ടുകപ്പ ഇരിപ്പുണ്ടായിരുന്നു, ഒരു കൈപ്പിടിയോളം. അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല, വാട്ടുകപ്പയും വൻപയറും ഇട്ട്. അപ്പോൾ എനിക്ക് ചില സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതാ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടതാണ് ഈ വാട്ടുകപ്പയും വൻപയറൂടെ. ഒരു പിടി കൈപ്പിടി വാട്ടുകപ്പയും ഒരു പിടി വൻപയറൂടെ. അതിപ്പോൾ രാവിലെ ഇതൊന്ന് കഴുകി 2 ഊറ്റി എടുക്കട്ടെ. 2 പ്രാവശ്യം ഞാൻ വെള്ളം ചേഞ്ച് ചെയ്യുവേ. അപ്പം മത്തങ്ങയും പയറൂടെ കുക്കറിൽ വെച്ചിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് 2-3 വിസിലടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തതിന് ശേഷം അപ്പോഴത്തേക്കിന് നമ്മുടെ പയറും മത്തങ്ങയും കൂടെ വെന്തായിരുന്നു. ഞാനതിൽ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഈ മത്തും കൊണ്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പ ഞാൻ 2 ഊറ്റിയതിന് ശേഷം വീണ്ടും അത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് അരപ്പ് ചേർത്തിട്ടുണ്ട്. അരപ്പിനായിട്ട് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്വല്പം വെള്ളം അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഞാനൊരു 2 വിസിലടിക്കുന്നുണ്ട്. കാരണം ആ കപ്പയൊന്ന് നന്നായി വേവാനായിട്ട്. ഇവിടെ പിള്ളേർക്ക് അതത്ര താല്പര്യമില്ല, എങ്ങനെയും നന്നായി വേവിച്ചാലെങ്കിലും അവർ കഴിക്കുമെന്നും പറഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്തത്. അപ്പം മത്തങ്ങ ഉടച്ചതിലേക്ക് ഇനി കടുക് വറുത്ത് ചേർക്കണം. കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളി, കറിവേപ്പില ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ലാസ്റ്റിൽ ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തതാണ്. അപ്പം നമ്മുടെ മത്തങ്ങയും പയറൂടെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ 2 വിസിലടിച്ച കപ്പയൊന്ന് ഇതുപോലെ മത്തും കൊണ്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നന്നായി ഉടഞ്ഞു കിട്ടി. അതിനുശേഷം ഇത്തിരി മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതോടൊന്ന് വറക്കാനെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ചൂര മീനാണ്. അപ്പോൾ അതിനുശേഷം മീനൊക്കെ അവിടെ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഇച്ചിരി നമ്മൾ വേവിച്ച ആ കപ്പയും ഇച്ചിരി ചോറും ആ മീൻ കറിയും കൂടെ കൂട്ടി ഇച്ചിരി ഒന്ന് കഴിക്കാനെടുത്തിട്ടുണ്ട്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. ഈ പയറൂടിട്ട് ചേർത്തത് കൊണ്ട് നമുക്ക് ആ വാട്ടുകപ്പയുടെ ആ ഒരു ടേസ്റ്റ് എടുത്തറിയാനില്ല. അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ കൊച്ചൂടെ വന്ന് ചോദിച്ച് ഇച്ചിരി താന്ന് അങ്ങനെ ഒരു ഉരുള അവന് കൊടുത്ത ഉടനെ അവന് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവനും കഴിച്ചു. നല്ല ചൂടോടെ കഴിക്കാൻ നല്ലതായിരുന്നു അവന്. പിന്നെ വൈകിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യേ. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.